ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമല്ലേ? അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് വിഷയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അവസാനം വരെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറയാം, ഈ ആത്മീയത എന്ന് പറഞ്ഞ ഒരു വിഷയം നമ്മൾ വെളിയിൽ തേടേണ്ട കാര്യമല്ല കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. അത് നമ്മൾ വെളിയിൽ കാണിക്കുക, നമ്മൾ അമ്പലങ്ങളിൽ ചെയ്യുന്ന പൂജകളോ വഴിപാടുകളോ അല്ലെങ്കിൽ അങ്ങനെയോ ഒരു വിഗ്രഹ വഴിപാടോ ഇതൊന്നുമല്ല ആത്മീയത കേട്ടോ. അതാദ്യമേ ഞാൻ പറയുകയാണ്. ഇത് ഞാൻ തുടർച്ചയായിട്ട് എല്ലാ വീഡിയോകളിലും പറയാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നോട് ആദ്യം ഞാൻ മറുപടി പറയാൻ പോകുന്നത്, എന്നോട് ചോദിച്ചിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഈ ശിവശക്തി ആരാധനയെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൂട്ടുകാരി എനിക്ക് പറഞ്ഞത്, എനിക്ക് അച്ഛനില്ല, അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയുമാണ് ശിവശക്തി സങ്കല്പമെങ്കിൽ അവരെ ബഹുമാനിക്കണം, പൂജിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് ശിവശക്തി സങ്കല്പത്തിൽ ഞാനത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഇത് ഈസിയാണ്. ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല, കെട്ടിച്ചമയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ഇപ്പോൾ അച്ഛനില്ലാതാകുന്ന ആ ഒരവസ്ഥയിൽ ഒരമ്മ അച്ഛൻ്റെയും കൂടെ ആ ഒരു മനധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സിറ്റുവേഷനിൽ പിടിച്ചു നിർത്തി, പലരും പല വിധത്തിൽ ഇന്നത്തെ സമൂഹത്തെ പറഞ്ഞറിയിക്കേ വേണ്ട, അച്ഛനില്ലാതിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ആ മക്കൾ ഏത് പ്രായത്തിലുമാകാം, മക്കൾ പ്രായമായതിന് ഒരു തിരിച്ചറിവെല്ലാം ആയതിനു ശേഷം പോകുന്നവരുണ്ട്. കുട്ടികളുടെ ചെറിയ വയസ്സിലെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും ആ സമയത്ത് വേറെ ആരും സഹായിക്കാനില്ലാത്ത ആ അവസ്ഥയിൽ ഒറ്റയ്ക്ക് നിന്ന് ആ കുഞ്ഞുങ്ങളെ വളർത്താനും അവരുടെ ഭാവി സുരക്ഷിതമാക്കാനും ആ ഒരു തൻ്റെ ഇടത്തോടെ നിൽക്കുമ്പോൾ അവിടെ ശിവനാണ് അവരിൽ ആ ധൈര്യം കൊടുക്കുന്നത്. ആ ശിവസങ്കല്പമാണ് അതിൽ ആ ഒരു ധൈര്യം കൊടുക്കുന്നത്. അതായത് നമ്മൾ ശിവൻ ശക്തി എന്ന് പറയുമ്പോൾ ഓരോ പുരുഷനിലും രണ്ട് തത്വങ്ങളുണ്ട്, ഒരു സ്ത്രീയിലും രണ്ട് തത്വങ്ങളുണ്ട്. ഒരു പുരുഷനിൽ അവന് കണ്ണുനീരുമുണ്ട്, പക്ഷേ അത് മറഞ്ഞിരിക്കുകയാണ്. അത് എല്ലാ സമയങ്ങളിലും ആ കണ്ണുനീര് അവൻ പുറത്ത് കാണിക്കുന്നില്ല പുരുഷനെ സംബന്ധിച്ച്. അത് ആ സോഫ്റ്റ് കോർണർ അവരിലും ഉണ്ട്. അതേസമയം ഒരു പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു തൻ്റെ ഇടവും അവരുടെ കയ്യിലുണ്ട്. അതാണ് എക്സ്പോസായി എപ്പോഴും നിൽക്കുന്ന ഒരു വിഷയം പുരുഷനെ സംബന്ധിച്ച്. അപ്പോൾ ആ രണ്ട് ഭാവങ്ങളും ചേർന്നതാണ് ആ ഒരു പുരുഷനെന്ന് പറയുമ്പോൾ. അതേപോലെയാണ് സ്ത്രീയിലും ഈ രണ്ട് ഭാവങ്ങളും ഉണ്ട്. അതായത് അവളുടെ സ്ഥായി ഭാവം കണ്ണുനീരും സഹതാപവും, അങ്ങനെ ആ ഒരു സോഫ്റ്റ് കോർണറാണ് ഒരു സ്ത്രീയുടെ എക്സ്പോസായി നിൽക്കുന്ന ഭാവം. അതേസമയം അവളിൽ ഉറഞ്ഞു കിടക്കുന്ന ആ ഒരു ഭാവമാണ് അവളുടെ ആ ഒരു തൻ്റെ ഇടം, ആ ഒരു ധൈര്യം, ബോൾഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ബോൾഡ്നെസ് വെളിയിൽ കാണിക്കുമ്പം അവളെ അതുകൊണ്ടാണ് അത് ഒറ്റയ്ക്ക് ജീവിച്ച് കാണിച്ചു തരാം എന്ന് പറഞ്ഞ ആ ഒരു ധൈര്യം കാണിക്കുമ്പോൾ ആ ഒരു ധൈര്യത്തിനെയാണ് അവിടെ ആ ഒരു ശിവൻ്റെ സങ്കല്പമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഭർത്താവ് നഷ്ടപ്പെട്ടാലും ഒരു ഭാര്യ ധൈര്യപൂർവ്വം തൻ്റെ മക്കളെ വളർത്തി കൊണ്ടുവന്ന് അവരെ ഒരു ജീവിതത്തിൻ്റെ ഒരു നിലയ്ക്ക് എത്തിക്കുമ്പോൾ ആ ഒരു സ്ത്രീ അഷ്ടനാരീശ്വര സങ്കല്പമാണ് അതാണവിടെ. അപ്പോൾ അവർ ആ സമയത്ത് ആ ഒരു അച്ഛൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അച്ഛൻ്റെ അസാന്നിധ്യം അവർക്ക് അവിടെ ഫീൽ ചെയ്യാതെ ആ ഒരു ധൈര്യം, അവരുടെ ആ ഒരു ഓർമ്മകൾ കൊടുക്കുന്ന ധൈര്യം, അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ കൂടെ അവർ ആ കുഞ്ഞുങ്ങളെ വളർത്തി കഴിയുമ്പം അത് അവിടെ അർദ്ധനാരീശ്വര സങ്കല്പമാണ്. അത് അത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ വലിയ ഹിമാലയൻ കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിനെ ഓരോ കാര്യങ്ങളും അതിസൂക്ഷ്മം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ സൂക്ഷ്മ സത്യങ്ങളിരിക്കുന്നത്. അതാണ് എല്ലാവരും പക്ഷേ മനസ്സ് മറ്റു പല വിഷയങ്ങളിലേക്കും അലയം വിട്ടിട്ട് അവർ വേറെന്തൊക്കെയോ ഈ ലോകത്തിൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ കമൻറ്റിട്ട ആളിനോട് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആ സങ്കല്പത്തിൽ അച്ഛൻ്റെയും കൂടെ ആ ഒരു ചുമതല ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെ വളർത്തി വലുതാക്കിയ ആ അമ്മയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ പരിഗണന നിങ്ങൾ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുക. അമ്മയ്ക്ക് സന്തോഷമുള്ള വാക്കുകൾ സംസാരിക്കുക അമ്മയോട്.
അമ്മയെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ അതെ ഒരു കാരണവശാലും ആ അമ്മയെ വേദനിപ്പിക്കാതിരിക്കുക. അമ്മയ്ക്ക് എന്താണ് സന്തോഷം എന്ന് തോന്നുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുക. അതേപോലെ നിങ്ങൾക്ക് അമ്മയ്ക്ക് സുഖമില്ലാത്ത അവസ്ഥകളിൽ അമ്മയ്ക്ക് ആ ഒരു ചികിത്സ ചികിത്സ സൗകര്യം, മരുന്ന് വാങ്ങി കൊടുക്കുന്നത്, അമ്മയെ കെയർ ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾ ആ ശക്തി അമ്പലത്തിൽ പോയി ആ പരമേശ്വരിക്ക് പരാശക്തിക്ക് ചെയ്യുന്ന ആ അഭിഷേകത്തിന് തുല്യമാണ്. അമ്മയ്ക്ക് ചെയ്യുന്ന ആ ഓരോ നല്ല വിഷയങ്ങളും അമ്മയെ എപ്പോഴും സന്തോഷമാക്കി വയ്ക്കുക. തീയിലും വെള്ളത്തിലും കളയാതെ നമ്മളെ ആരുടെയും ഒരു കുത്തുവാക്കുകൾ കേൾപ്പിക്കാതെ ആ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നമ്മളെ ആളാക്കി നമ്മൾക്ക് തനിയെ സ്വന്തം കാലിൽ നിൽക്കാൻ പാകത്തിൽ നമ്മളെ ഒരാളാക്കി മാറ്റിക്കഴിയുമ്പോൾ ആ അമ്മയെ ദൈവതുല്യം, അത് അമ്മയാണ് മഹാലക്ഷ്മി, അങ്ങനെ കണക്കാക്കി പരാശക്തി അമ്മയാണ് എന്ന് കണക്കാക്കി അത് അമ്മയെ കെയർ ചെയ്താൽ മാത്രം മതി. അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം ഒരുപോലെ ആ മക്കൾക്ക് കിട്ടും. അത്രയേ ഉള്ളൂ അതിനകത്തെ കാര്യം, വേറൊന്നുമില്ല. വേറൊന്നും അഗാധമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ വേറൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ശിവനെയും ശക്തിയെയും ആരാധിച്ചു കഴിയുമ്പോൾ മുരുകൻ്റെയും വിനായകരുടെയും അനുഗ്രഹം കിട്ടുമോ എന്നൊരു ചോദ്യത്തിന്, ശിവശക്തി ഭക്തി ഒരുമിച്ച് മാതാപിതാക്കളുടെ ആരാധന പോലെയാണ്. അച്ഛനെ മാതൃകാപരമായി ബഹുമാനിക്കുമ്പോൾ അമ്മയുടെ ഹൃദയം സന്തോഷിക്കുന്നില്ലേ? അമ്മയെ സ്നേഹിക്കുമ്പോൾ അച്ഛൻ്റെയും അനുഗ്രഹം ലഭിക്കും. ശിവശക്തിയുടെ ആരാധനയിൽ 2 മക്കളുടെയും അനുഗ്രഹമാണ് നമ്മൾക്ക് കിട്ടുന്നത്. നമ്മൾ ഒറ്റപ്പെട്ട് ഗണപതിയെയോ മുരുകനെയോ തനിച്ച് ആരാധിച്ചാലും അവരുടെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടും. പക്ഷേ ശിവശക്തി ആരാധന കൊണ്ട് മുഴുവൻ കുടുംബ അനുഗ്രഹം പോലെയാണ് അത് നമ്മൾക്ക് വന്നു ചേരുന്നത്. ശിവശക്തിയെ പൂജിച്ചു കഴിഞ്ഞാൽ, ആരാധിച്ചു കഴിഞ്ഞാൽ മുരുകൻ്റെയും വിനായകരുടെയും അനുഗ്രഹം കിട്ടുമോ എന്നൊരു ചോദ്യം, ആ ചോദ്യം വളരെ എളുപ്പമാണ് എൻ്റെ ആൻസർ. ശിവനും പാർവതിയുമായിട്ട് നമ്മുടെ അച്ഛനും അമ്മയും സങ്കല്പിച്ച് അവർക്ക് വേണ്ട മര്യാദയും അവർക്ക് വേണ്ട കരുതലും സ്നേഹവും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർ പറയുന്ന അവർ ചൂണ്ടിക്കാണിക്കുന്ന വഴികളിലൂടെ പോയി എല്ലാം ഗ്രഹിച്ച് ജീവിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ അച്ഛനും അമ്മയും അനുഗ്രഹിക്കുകയാണ് മക്കളെ ചെയ്യുന്നത്. ആ അനുഗ്രഹത്തിൽ കൂടെ അവർ മറ്റെല്ലാവരെയും ആ ഒരു ബഹുമാനത്തോടെ അവർ കാണാനും അവരെ അംഗീകരിക്കാനുമുള്ള ഒരു മനസ്സോടെ ആയിരിക്കും ആ കുട്ടികൾ വളരുന്നത്. അങ്ങനെയുള്ള അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്ന കുട്ടികൾ അങ്ങനെയായിരിക്കും വളരുന്നത്. അവരെല്ലാവർക്കും കൊടുക്കേണ്ട മര്യാദയും കൊടുക്കേണ്ട സ്നേഹവും കരുതലും എല്ലാം അവർക്ക് എല്ലാവരോടും തോന്നും. അങ്ങനെയുള്ള അതായത് ഈ ഉലകത്തിലെ ശിവനും പാർവതിയുടെയും തത്വത്തിൽ ഓരോ അച്ഛനും അമ്മയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അതേ ബഹുമാനം തന്നെ ആ പ്രായമുള്ള ആ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനമുള്ള എല്ലാവർക്കും അവർ ഇത് കൊടുക്കും. അപ്പോൾ അത് അങ്ങനെ ആ ഒരു അച്ഛനും അമ്മയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിലെ എല്ലാ വ്യക്തികൾക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. വിനായകരുടെയും മുരുക ഭഗവാന്റെയും അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. അതിന് യാതൊരു മാറ്റവുമില്ല. ആ ഒരു വൈബ്രേഷൻ എപ്പോഴും നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും. വീട്ടിലെ സമാധാനമായും സന്തോഷമായും നല്ല നല്ല ബന്ധങ്ങളായും നല്ല നല്ല കൂടിച്ചേരലുകളായും എല്ലാം നമ്മൾക്കത് ആ അനുഗ്രഹം അനുഭവിക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുന്നവർക്ക് ഒരു പ്രതിസന്ധി വന്നാൽ പോലും ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനും വേറൊരാൾ നമ്മൾക്ക് വേണ്ടിയിട്ട് അയഞ്ഞു തരാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ കൂടി തയ്യാറാകുന്ന ആൾക്കാരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കും. അപ്പോൾ ശിവപാർവതിയെ ആരാധിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ആ ചോദ്യം വരുന്നത് വേറിട്ട ഒരു ചോദ്യം പോലെ എനിക്കത് തോന്നുന്നു. ശിവനും പാർവതിയും വേറെ ശക്തിയല്ല എന്നാണ് ഞാൻ പിന്നെയും പറയുന്നത്. തീർച്ചയായിട്ടും ശിവപാർവതിമാരെ പൂജിച്ചു കഴിഞ്ഞാൽ, ഭക്തി പുരസ്സരം സ്മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിനായകരുടെയും മുരുകഭഗവാന്റെയും അനുഗ്രഹം പരിപൂർണമായിട്ടും നമ്മൾക്ക് കിട്ടും കൂട്ടുകാരെ. അത് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളും സമാധാനങ്ങളുമായിട്ട് നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റും. അതാ സത്യം. നന്ദി, നമസ്കാരം.